എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 വലിയ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചോപ്പ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കറി ആക്കുന്നത്. അപ്പോൾ കുക്കർ ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. കുക്കർ ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഉള്ളി വാടി കിട്ടണം. ഉള്ളി നന്നായിട്ട് വെന്ത് വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അത് ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തോട്ട് ഇളക്കി യോജിപ്പിക്കുക. കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 വിസിൽ മതി. ചിക്കൻ വേഗം വെന്ത് കിട്ടും. ചിക്കൻ വേകട്ടെ. അന്നേരത്തേനും തേങ്ങ വറുത്തരയ്ക്കാം. വറുത്തെടുക്കാൻ ആവശ്യത്തിന് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുക്കാൻ ആവശ്യത്തിന് ഗ്യാസിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇങ്ങനെ കുക്കറിൽ ചിക്കനൊക്കെ വെന്തിട്ട് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല കുറുകിയായിട്ട് കറി എടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അടിച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ കറി റെഡിയായിട്ടുണ്ടാവും. അപ്പം അന്നേരം ഗ്യാസ് ഓഫാക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുന്ന വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.